ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ചിരിച്ച പ്രസന്നവദനായവരെയാണ് ഏതൊരാൾക്കും പ്രിയം. മുഖത്തിന് ഇരുവശവുമുള്ള പേശികൾ ചലിപ്പിച്ച് പ്രകടമാക്കുന്ന ഒരു ഭാവമാണ് ചിരിയെന്ന് ശാസ്ത്രം. കണ്ണുകൾക്ക് ചുറ്റിലുമായും ചിരി പ്രകടമാകും. മനുഷ്യരിൽ സന്തുഷ്ടി, സന്തോഷം, ആഹ്ലാദം എന്നിവ വ്യക്തമാക്കുന്ന ഒരു ഭാവപ്രകടനമാണ് ചിരി. ചിലപ്പോൾ പരിഭ്രമവും ഇതുവഴി പ്രകടമാകുന്നു. ലോകത്തൊട്ടാകെ മനോവികാരങ്ങൾ പ്രകടിപ്പിക്കുവാൻ ചിരി ഉപയോഗിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ചിരി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സന്തോഷമാണ്. ഇതര മൃഗങ്ങളിൽ പല്ലുകൾ വെളിവാക്കുന്നത് ചിരി പോലെ തോന്നിക്കുമെങ്കിലും പലപ്പോഴും അത് ഒരു മുന്നറിയിപ്പായിരിക്കും, അല്ലെങ്കിൽ കീഴടങ്ങുന്നതിൻ്റെ ലക്ഷണവും. ചിമ്പാൻസികളിൽ ഇത് ഭയത്തിൻ്റെ ലക്ഷണവുമാകാം. ചിരികളെക്കുറിച്ചുള്ള പഠനം ജിലോട്ടോളജി, സൈക്കോളജി, ഭാഷാശാസ്ത്രം തുടങ്ങിയവയുടെ ഭാഗമാണ്. പല പ്രകാരത്തിലുള്ള ചിരികളുണ്ട്. പുഞ്ചിരി, പൊട്ടിച്ചിരി, അട്ടഹാസം, ഇങ്ങനെ പോകുന്നു ചിരിക്കഥകൾ. ഇനി ചില ചിരിക്കഥകളാകാം. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചിരി മനുഷ്യൻ്റെ ആയുസ് കൂട്ടുമെന്നാണ് പറയാറ്. കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് സന്തോഷം അനുഭവിച്ച് ചിരിക്കുമ്പോൾ ശരീരത്തിൽ ചില രാസവ്യതിയാനങ്ങൾ സംഭവിക്കും. തലച്ചോറിൽ ഡോപ്പമിൻ എന്ന കെമിക്കൽ കൂടുകയും അതുവഴി ഏകാഗ്രതയും ശ്രദ്ധയും വർദ്ധിക്കുകയും ചെയ്യും. തലച്ചോറിൻ്റെ എൻഡോർഫിൻ ഹോർമോണിൻ്റെ അളവ് കൂടുന്നത് വഴി വലിയ തോതിലുള്ള ആഹ്ലാദവും ഉന്മേഷവും ഉണ്ടാകും. ഇതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ചില രാസവസ്തുക്കളുടെ അളവ് ഉള്ളിൽ നിന്നുള്ള ചിരിയുടെ ഫലത്തെ തുടർന്ന് കുറഞ്ഞു വരും. കോശങ്ങൾ ജീർണിക്കുകയും പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥ കുറയാനും ഇത് സഹായിക്കും. ഇതുവഴി ആയുസ് കൂടാനും ചിരി സഹായകമാകും. ചിരികൾ പലതുണ്ട്. അവയിൽ പ്രത്യേക തരത്തിലുള്ള ചിരികളാണ് പോസിറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. അതിലൊന്നാണ് ഉള്ളിൽ നിന്ന് വരുന്ന ചിരി. ഇതിന് പലതരത്തിലുള്ള വകഭേദങ്ങളുണ്ട്. ഒന്നാമതായി, മനസ്സിൽ സന്തോഷമെന്ന വികാരം വരുന്നതിൻ്റെ പ്രതിഫലനമായിട്ടുള്ള ചിരി. രണ്ടാമത്തേത്, സൗഹൃദത്തിലൂടെ ഇഷ്ടപ്പെട്ട സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണുമ്പോഴുണ്ടാകുന്ന ചിരി. മൂന്നാമതായി, നാം എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ലോകത്തിനോ ഒരു വ്യക്തിക്കോ സന്തോഷമുണ്ടാവുകയും അതിലൂടെ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചിരി. നാലാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ അല്ലെങ്കിൽ അമളികൾ ഓർത്തുള്ള ചിരി. ഇത്തരത്തിലുള്ള ചിരികൾ തീർച്ചയായും ജീവിതത്തിൽ പോസിറ്റിവിറ്റി തരും. കാരണം ഇപ്പറഞ്ഞ ചിരികൾ നമ്മളും മറ്റുള്ളവരുമായുള്ള ഊഷ്മളമായ ബന്ധത്തിൻ്റെ പ്രതിഫലനങ്ങളായി വർത്തിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ഈഗോയെ മറികടക്കാൻ ഇത്തരത്തിലുള്ള ചിരിയിലൂടെ കഴിയുന്നു എന്നതാണ്. പരിഹാസ ചിരി. മറ്റൊരു വ്യക്തിയെ പരിഹസിച്ചോ പുച്ഛിച്ചോ ഉള്ള ചിരി നെഗറ്റിവിറ്റി സൃഷ്ടിക്കും. മറ്റൊന്ന്, മറ്റൊരാൾ വേദനിക്കുകയോ പ്രയാസപ്പെടുകയോ വീഴുന്നതോ കണ്ട് അത് ആസ്വദിച്ച് ചിരിക്കുന്ന അവസ്ഥ. അത് നെഗറ്റീവായുള്ള അവസ്ഥയാണ്. സ്ട്രെസ് കുറയ്ക്കാൻ ചിരി വളരെയേറെ സഹായിക്കും. കാരണം സ്ട്രെസ്സിന് കാരണമാകുന്ന ചില ഹോർമോണുകളുണ്ട്. മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഈ ഹോർമോണുകൾ രക്തത്തിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയും അതിനെ തുടർന്ന് രക്തസമ്മർദ്ദം കൂടുക, ഹൃദയമിടിപ്പ് കൂടുക, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുക എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കുകയും ചെയ്യും. നിരന്തരമായി ഇത്തരം സ്ട്രെസ്സുള്ള അവസ്ഥ വരുമ്പോൾ ഹോർമോണുകൾ രക്തത്തിലേക്ക് അധികമായി വിന്യസിക്കപ്പെടുന്നത് മൂലം പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, രോഗപ്രതിരോധ ശേഷി കുറയുന്ന അവസ്ഥ തുടങ്ങിയ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. എന്നാൽ ഉള്ളിൽ നിന്ന് വരുന്ന ഹൃദ്യമായ ചിരി ഈ ഹോർമോണുകളിലെ രാസവസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ സഹായകമാകും. അതിലൂടെ മേൽപ്പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും. അതെ, നമ്മൾക്കിനി ചിരിക്കാം. മനസ്സ് തുറന്ന് മനുഷ്യനായി ഒന്ന് ചിരിച്ചേക്കൂ. അങ്ങനെയല്ല, ഇങ്ങനെ.